ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല പോലെ പഴുത്ത 3 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ബട്ടർ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് പഴം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ ഇതിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത്. പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഴം നമുക്ക് നന്നായിട്ടൊന്ന് വാടിയിട്ട് ഉടച്ചെടുക്കണം. അതുകൊണ്ട് നല്ല പോലെ തന്നെ വാട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അല്പം ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഈ പഴം നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 250 കപ്പിന് 1/2 കപ്പ് മൈദപ്പൊടി ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മൈദപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, അപ്പം കളർ മാറിപ്പോകും. ഇതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് ആറിയിട്ട് നമുക്ക് കൈവച്ചിട്ട് കുഴക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കൈവച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ ബോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അഥവാ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കയ്യിൽ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുറച്ച് ലൂസാക്കിയിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കട്ടിക്ക് ചെയ്തെടുക്കേണ്ട. കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൂസിലാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ഓരോ ബോൾസും നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ മൈദ ബാറ്ററിലേക്ക് ഈ ബോൾസ് ഓരോന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കൈയൊന്ന് നനച്ചിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് മൊത്തത്തിൽ കട്ടിയായി പോകും. അങ്ങനെ ഇതിപ്പം എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കേണ്ട, എന്നാൽ ഹൈ ഫ്ലെയിമിലും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ഇതിപ്പം നമുക്കിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമുക്ക് പഴുത്തു പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.